ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ജോഗ്രഫി ഭൂമിശാസ്ത്രത്തിലെ കണ്ടിന്യൂഷനാണ്. അതിൽ നമ്മൾ നാഷണൽ ഇൻകം ഡിസ്കസ് ചെയ്തു. GNP, GDP, NNP ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊത്ത ദേശീയ ഉൽപ്പന്നം, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അറ്റ ദേശീയ ഉൽപ്പന്നം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? എന്താണ് നാഷണൽ ഇൻകം എന്നും എന്തിനാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സം അതർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. ഈ നാഷണൽ ഇൻകം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കുറച്ചും കൂടെ വൈഡായിട്ട് നമ്മൾ ഈ ഒരു നാഷണൽ ഇൻകം പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് നാഷണൽ ഇൻകം ഈസ് ആൻഡ് ദ നീഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇറ്റ്. നൗ ലെറ്റ് us see a few concepts related to national income. നമ്മൾ നാഷണൽ ഇൻകം എന്താണെന്നും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തെയാണ് GNP എന്ന് പറയുന്നത്. GNP അതിൻ്റെ ഫുൾ ഫോം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ് ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നാലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Gross national product is an important concept of national income. It is calculated on the basis of the final goods and services produced in a country. അതായത് നമ്മുടെ മൊത്തം അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എന്താണ് ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു പ്രധാന കോൺസെപ്റ്റാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മുടെ ഈ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെയാണ്? നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ബേസിലാണ് നമ്മുടെ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൂടാതെ the products that are available for consumption are called the final products. ഫൈനൽ പ്രോഡക്റ്റ്സ് എന്നാൽ എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. നമ്മൾ ഈ ഉപയോഗത്തിനായിട്ട് അല്ലെങ്കിൽ കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സാണ് ഫൈനൽ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഉപഭോഗത്തിനായിട്ട് ലഭ്യമാകുന്ന ഉൽപ്പന്നം അതാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിട്ട് അത് കൺസംഷൻ ചെയ്യാന്ന് വെച്ചാൽ ഉപഭോഗിക്കുക അല്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കുക, കൺസംഷൻ ചെയ്യുക, അതിനെയാണ് ഈ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി മാനുഫാക്ചേഴ്സ് ഷർട്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ക്ലോത്ത്, ത്രെഡ് ആൻഡ് ബട്ടൺസ്. ഹിയർ ദ ഷർട്ട് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് കൺസംഷൻ. അതായത് നമ്മൾ കുറേ വസ്തുക്കൾ അല്ലെങ്കിൽ കുറേ റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ തയ്യാറാക്കുന്നത്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ലാസ്റ്റ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്റ്റ്. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ തുണി, നൂല്, ബട്ടൺസ് എന്നീ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഷർട്ട് നിർമ്മിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസംഷനായിട്ടുള്ള ഷർട്ട് ആണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ the money value of final products is taken into account for calculating the gross national product. അതായത് നമ്മുടെ ഈ മണി വാല്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് പറയുന്നത്. മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രോഡക്ട്സ് ഇസ് ടേക്കൺ കാൽക്കുലേറ്റിംഗ് GNP. അതായത് GNP കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഫൈനൽ പ്രോഡക്ട്സിൻ്റെയൊക്കെ മണി വാല്യൂ നമ്മൾ കണക്ക് കൂട്ടുന്നത്. While calculating the money value of the shirt, the value of raw materials such as buttons and clothes are included. Thus, the money value of final goods and services produced is the gross national product. The GNP of a country is calculated for a particular final year. In India, a financial year is from 1st April to 31st April. അതായത്
അപ്പം മുകളിൽ തന്നിട്ടുള്ള എക്സാമ്പിളിൻ്റെ ബേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ വാല്യൂ അതിൽ ബട്ടൺസ്, തുണി തുടങ്ങിയ റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ വാല്യൂ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ഷർട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസും ഉൾപ്പെട്ടിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഫൈനൽ ഗുഡ്സിൻ്റെയും ഫൈനൽ സർവീസസിൻ്റെയൊക്കെ മണി വാല്യൂ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള നാഷണൽ പ്രോഡക്റ്റ് അല്ലേ, GNP എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്, ഒരു നാഷണൽ ഇയർ എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ഈ നാഷണൽ ഇയർ എന്ന് പറയുന്നത് April 1 മുതൽ March 31 വരെയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ നമ്മളെ ഇന്ത്യയിലുണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. April 1 മുതൽ March 31 വരെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് GDP ആണ്. വാട്ട് ഈസ് GDP? GDP എന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. GDPൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. GDP is the most suitable concept of national income to analyze the contribution of sectors in the economy. അതായത് നമ്മുടെ ഈ ഒരു സെക്ടേഴ്സ്, എക്കണോമിയിലുള്ള ഈ സെക്ടേഴ്സൊക്കെ അതിൻ്റെയൊക്കെ ബേസിലുള്ളതാണ് ഈ GDP എന്ന് പറയുന്നത്. അതായത് the GDP of a country is total money value of the final goods and services produced within a domestic territory during a financial year. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നതാണ് GDP എന്ന് പറയുന്നത്. The income of the people working abroad and the profit of institutions and firms operating abroad will not be included while calculating the GDP. അതായത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് തുടങ്ങിയവ ഇതിൽ ഈ GDPയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഫിറ്റ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. For example, suppose an Indian firm operates in America, the profit of that institutions will be included in the GDP of America, but in the GNP of India, that is to say, while calculating the GDP of India, such income will be excluded. അതായത് ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നെന്നിരിക്കട്ടെ, സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ GDPയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ സ്ഥാപനം ഫോറിൻ കൺട്രികൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് അമേരിക്ക GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ GNPയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യ GDPയിൽ ഉൾപ്പെടുത്തില്ല, GNPയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യയിലുള്ള GDP കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനങ്ങൾ എക്സ്ക്ലൂഡഡ് ആക്കുന്നു, അതായത് ഒഴിവാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് NNP ആണ്. If you purchase a computer and sell it the next year, will you get the same amount that you spent while purchasing it? Why? Similarly with time, machinery and other things suffer from wear and tear. നിങ്ങൾ ഈ വർഷം ഒരു കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിച്ചിട്ട് അടുത്ത വർഷം വിറ്റാൽ അതിന് വാങ്ങിയ വില തന്നെ ലഭിക്കുമോ? എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? ലഭിക്കില്ല, ഒബ്വിയസ്ലി ലഭിക്കില്ല അല്ലേ. നമ്മളൊരു വർഷം യൂസ് ചെയ്തു അല്ലേ ആ സാധനം. അതുപോലെ നമ്മുടെ ഈ മെഷീൻസും അതുപോലെ മറ്റ് പ്രോഡക്റ്റ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പഴക്കം കൊണ്ട് അല്ലെങ്കിൽ അതിന് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കേടുപാടുകൾ കൊണ്ട് ഈ ഒരു കേടുപാടുകൾ, ഈ ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെലവ് അല്ലെങ്കിൽ എക്സ്പെൻസാണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം ഡിപ്രീസിയേഷൻ ചിലവൊക്കെ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജസൊക്കെ പരിഗണിക്കാറുണ്ട്. കൂടാതെ നമ്മുടെ ഈ NNPയിൽ അല്ലെങ്കിൽ GNPയിൽ ഈ ഡിപ്രീസിയേഷൻ ചാർജ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് NNP എന്ന് പറയുന്നത്. സാങ്കേതികമായിട്ട് ഈ NNP ദേശീയ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകമായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഇത് കണക്കാക്കുന്നത് GNP മൈനസ് ഡിപ്രീസിയേഷൻ ചാർജാണ്. അതായത് GNPന്ന് ഡിപ്രീസിയേഷൻ ചാർജ് മൈനസ് ചെയ്തിട്ടാണ് ഈ ഒരു NNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്.